ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ ട്രിവാൻഡ്രം സൂവിലാണ്. ഇന്നിപ്പോൾ മെയ് മാസം 2026 സെക്കൻഡ് സൺഡേ 10th മെയ് 2026. എന്തായാലും ഒരു സൺഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ട്രിവാൻഡ്രത്തേക്കൊന്ന് വന്നതാണ്. സാധാരണ ഞാൻ മന്ത്ലി ഒരു ട്രിപ്പ് അടിക്കുന്നു. മന്ത്ലി മീൻസ് മാസത്തിലൊരിക്കലും ഒരു ട്രിപ്പ് അടിക്കും ട്രെയിനിൽ, മൈൻഡ് റിഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ വിചാരിച്ച് എന്തായാലും ആധുനിക സൗകര്യമുള്ളതല്ലേ, എപ്പോഴും വന്നു പോകുന്ന ഇതുവരെ വന്നു പോയ പോലെ എന്തിനാണ് സ്റ്റേഷൻ കാണാൻ വരുന്ന പോലെ വന്നു പോകുന്നത്, വല്ലതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതുവരെ ഞാൻ മാസത്തിലൊരിക്കൽ ഒന്നുകിൽ ചെന്നൈ പോവും, അല്ലെങ്കിൽ തെലങ്കാനയിൽ ഹൈദരാബാദ് പോവും, അതും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് തന്നെ വരും. ട്രിവാൻഡ്രം വരും, സ്റ്റേഷൻ കാണും, പോകും. അതായിരുന്നു ഇതുവരെയുള്ള എൻ്റെ രീതി. അപ്പോൾ ഇന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. വെറുതെ കാശ് മുടക്കി സമയം മുടക്കി വരേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഐ മീൻ യാത്ര എന്നുള്ളൊരു ഇതാണ് എനിക്ക് വിനോദം. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് കൂടിയാവും മൈൻഡ്. മയിൽ പീലി വിടർത്തി നിൽക്കുന്നു. വാവ്, കൊള്ളാല്ലേ, ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് മയിലിനെ തന്നെ ഇങ്ങനെ ഇത്ര അടുത്ത് ക്ലോസപ്പ് ഷോട്ടിൽ കാണുന്നത്. ക്ലോസ് ഷോട്ട് മയിലിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. കൊള്ളാം. ടിക്കറ്റ് കൗണ്ടർ ഇൻഫർമേഷൻ സെൻറ്റർ, അത് നമ്മുടെ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് വലത്തോട്ടേക്ക് നടന്നു വരുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ പ്ലസ് ഇൻഫർമേഷൻ സെൻറ്റർ അവൈലബിൾ. ഇത് ഏതാണ്ട് 9 o'clock ഓപ്പൺ ആവുക. ഇവിടെ അഡൽസിന്, അതായത് 12 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഇന്ത്യൻ പൗരന്മാർക്കാണെങ്കിൽ 40 രൂപ, 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ, കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾക്കുമാണെങ്കിൽ 100 രൂപ. ഗ്രൂപ്പ് ടിക്കറ്റ് ആണെങ്കിൽ, അതായത് ഗ്രൂപ്പ് ടിക്കറ്റ് എ കാറ്റഗറി, ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾ 35 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും 450 രൂപ. ഗ്രൂപ്പ് ടിക്കറ്റ് ബി കാറ്റഗറി 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും 35 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും കൂടി 350 രൂപ. ക്യാമറ 150 രൂപ. വീഡിയോ ചിത്രീകരണം 1500 രൂപ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ചിത്രീകരണം 2000 രൂപ. മുതിർന്നവർ 12 വയസ്സിന് മുകളിലുള്ളവർ 200 രൂപ. വിദേശ പൗരന്മാർ, ഫോറിൻ സിറ്റിസൺസ്, കുട്ടികൾക്കാണെങ്കിൽ 5 മുതൽ 12 വയസ്സ് വരെയുള്ളത് 100 രൂപ. ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ. അഡൽട്ട്
row. Children 15. Family, father, mother and 2 children below 12 years 100. Group A ticket, higher secondary and college students 35 students and 2 teachers 450. Group B ticket, students up to 10th standard 35 students and 2 teachers 350. Camera 150. Videography 1500. Professional photo and videography 2000. Foreign nationals, adults about 12 years 200. Children between 5 and 12 100. Group tickets, mandatory to produce the authorization letter signed and sealed from the head of the concerned institutions. Free entry for children up to 15 years every Sunday. അതിൻ്റെത് മലയാളം. ഗ്രൂപ്പ് ടിക്കറ്റുകൾ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികളിൽ നിന്ന് ഒപ്പിട്ട് സീൽ ചെയ്ത അംഗീകാര കത്ത് നിർബന്ധമായും ഹാജരാക്കണം. എല്ലാ ഞായറാഴ്ചകളിലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഓർമ്മ ഉണ്ടോ? അതായത് ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡയറക്ടർ ആഷിഖ് ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ ലാൽ സാറും തമ്മിൽ ഒരു സിനിമ ചെയ്തിരുന്നു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 2010 കണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ. ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത പൊസിഷനാണിത്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ കാളിദാസനും മായയും തമ്മിൽ ഫസ്റ്റ് മീറ്റ്, ടെലികമ്മ്യൂണിക്കേഷനിലൂടെ പ്രണയിച്ചവർ തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിൻ്റെ പൊസിഷൻ ഇതാണ് ആ ഫ്രെയിം. ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു പൊസിഷൻ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതായത് ഒരു 8-9 കൊല്ലം മുമ്പ് 2018 ഞാൻ ഈ ട്രിവാൻഡ്രം സൂവിൽ വന്നിരുന്നു. അന്ന് ട്രിവാൻഡ്രത്തിൽ നമ്മുടെ ഭീമാപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ കയറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വെച്ചൊരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഏതാണ്ട് ഒരു 8 വർഷത്തോളമുള്ള എൻ്റെ ഒരാഗ്രഹം അതാണ് സഫലമായത്. കാരണം എനിക്ക് ആ സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാൽ സാറിൻ്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരെണ്ണമാണത്. കാളിദാസൻ മായ മീറ്റ് ചെയ്യുന്ന പ്രിൻസ്. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട് ഇത് 2 രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങളും പരിചയക്കുറവുകൊണ്ടാണ്. എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, എപ്പോൾ ട്രിവാൻഡ്രം വന്നാലും റെയിൽവേ സ്റ്റേഷൻ കാണും, പോകും. അതിൻ്റെ മറ്റ് പ്രധാന കാരണം എന്താ വെച്ചാൽ, ഒരു കാര്യം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല വരുമ്പോൾ. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും. ഇപ്പോൾ പിന്നെ പല സർവീസും ഉണ്ടല്ലോ നമുക്ക്, ട്രാൻസ്പോർട്ടേഷൻ. ബസ് മാത്രമല്ലല്ലോ, ഊബർ, ഊബറിൻ്റെ തന്നെ ക്യാബുണ്ട്, ടാക്സി ഉണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. ഞാൻ ഇന്ന് തന്നെ ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഊബർ ഓട്ടോയിലാണ്. 62 റുപ്പീസാണ്. റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് 3 കിലോമീറ്ററാണ് ദൂരം. 62 റുപ്പീസാണ് റേറ്റ്. അത് എനിക്ക് 31 റുപ്പീസിന് കിട്ടി. 50% ഡിസ്കൗണ്ടാണ്.
നമ്മുടെ കാലിക്കറ്റ് മാനഞ്ചിറയിലുള്ള സ്ക്വയർ പോലെ ഒരു മനോഹരമായ ഒരു ഏരിയയാണിത്. കാലിക്കറ്റ് മാനഞ്ചിറയിലുണ്ട് ഇതുപോലെ ഇരുന്ന് വിശ്രമിക്കാൻ. ഇത് പക്ഷേ ഈ ട്രിവാൻഡ്രം സൂവിൻ്റെ ഭാഗത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. സൂവിലേക്ക് ശരിക്കും കടന്നിട്ടില്ല, കാരണം അതിൻ്റെ ടൈം ആയിട്ടില്ല. ഇതിനിപ്പോൾ എൻട്രി പാസ് എടുക്കണം, ഫോണിനുള്ള ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ ഫോൺ മീൻസ് വീഡിയോഗ്രാഫി, മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല 9 മണിയെങ്കിലും ആവണം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 8:30 ആയിട്ടുള്ളൂ. ഏതാണ് ഫ്രണ്ട്സ്, ഞാൻ ഏതാണ്ട് 13 വർഷമായി കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ ഓഫ് തിരുവനന്തപുരം നഗരസഭ. 13 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ നാടോടി മന്നൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, മലയാള സിനിമ, ആ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അറിയില്ല, ആ സിനിമ കണ്ടപ്പോൾ മുതൽ ആഗ്രഹം തോന്നി. കാരണം എനിക്കറിയില്ല, പക്ഷേ അതിൽ കാണിക്കുന്ന കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ഉള്ളത് കൊച്ചിയിൽ സെറ്റിട്ടതാണ്. കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രം അല്ല, അതിൽ ഒറിജിനലായിട്ട് ആകെ എൻ്റെ അറിവിലുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ മാത്രമായിരിക്കും. ബാക്കി ഏറെക്കുറെ എല്ലാ സീനും കൊച്ചിയിലും പാലക്കാടുമാണ്. പാലക്കാട് പിന്നെ ദിലീപിൻ്റെ ക്യാരക്ടറിൻ്റെ നാടായിട്ട് കാണിക്കുന്നുണ്ട്, മാന്നാനം. ഇതാണ് ഒറിജിനൽ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. ശരിക്കും ഞാൻ വന്നത് ഇതിൻ്റെ ബാക്ക് എൻട്രൻസിലൂടെയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ലിസ്റ്റ്: സുവോളജിക്കൽ ഗാർഡൻ, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ആർട്ട് മ്യൂസിയം, ആർട്ട് ഗാലറി, ശ്രീ ചിത്ര എൻക്ലേവ്, KCS പണിക്കർ ഗാലറി, അക്വേറിയം, 3D തിയേറ്റർ ലെഫ്റ്റ്. Warning regarding usage of plastic. ഗൈസ്, അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് 40 രൂപ. ഇനി നേരെ എൻട്രൻസ് കൗണ്ടർ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ സൂ, സ്ട്രെയിറ്റ് പോയാൽ ശ്രീ ചിത്ര ആർട്ട് ഗാലറി ബോർഡ്. കഴിയിട്ട് പഞ്ചാബ് തീരുമാനം ആയിക്കോട്ടെ. ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മളങ്ങനെ സൂയിലേക്കാണ് എൻ്റർ ആയിരിക്കുന്നത്. കാട്ടുപോത്താണിത്, കാട്ടുപോത്ത്. 3 കാട്ടുപോത്തുകൾ, സിംഹവാലൻ കുരങ്ങ്, ലയൺ ടൈൽഡും പസാക്കും, മക്കാക്ക സെലനസ്,
കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയുന്നില്ല. പറ്റുന്നത്ര സൂം കാണാൻ ക്ലാരിറ്റി വെച്ച് സൂം ചെയ്തെടുത്തത് 4.1 മൾട്ടിപ്പിൾ സൂമിങ് കാണാമല്ലേ. ബംഗാൾ കുരങ്ങ്, ഇത് നമ്മുടെ ബംഗാൾ കുരങ്ങ്. ബംഗാൾ കുരങ്ങ് റേസസ് മസാക്യു ദോണ്ട്. ഇതിനൊക്കെ ആദ്യമായിട്ടാണ് മക്കളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഓർമ്മയൊന്നുമില്ല. ഞാനത് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 കൊല്ലം മുമ്പ് കണ്ട 2018 ഓഗസ്റ്റ് മാസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് ഞാൻ ഓഗസ്റ്റിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തുള്ള ഭീമാപ്പള്ളി പോകാൻ വേണ്ടി ഞാൻ ഇതുപോലെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മളുടെ മുൻ മുഖ്യമന്ത്രി, ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ നേരിട്ട് കണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്ന ഫസ്റ്റ് CM. പക്ഷെ അന്ന് അദ്ദേഹം എക്സ് മിനിസ്റ്റർ ആയിരുന്നു. കാരണം 2016 പുതിയ മുഖ്യമന്ത്രി വന്നേ. അന്ന് അദ്ദേഹം എക്സ് മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇന്ന് വന്നത് ഗാന്ധിധാം നാഗർകോവിൽ ജംഗ്ഷൻ എക്സ്പ്രസ്സിലാണ്. നാഗർകോവിൽ ജംഗ്ഷൻ എക്സ്പ്രസ്. അതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി മലബാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് ഞാനാണ്. അപ്പോഴാണ് അറിയുന്നത് ഈ ഗാന്ധിധാം എന്ന് പറഞ്ഞ ട്രെയിൻ 6:30 വീക്ക്ലി എക്സ്പ്രസ് ആണ്. 6:30 കാലിക്കറ്റ് എത്തേണ്ട ട്രെയിന് 4 മണിക്കൂർ ലേറ്റായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ വിചാരിച്ച് സ്റ്റോപ്പ് കുറവല്ലേ, സെയിം റൂട്ടല്ലേ കോട്ടയം വഴി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കയറി 10:35 40 എങ്ങാണ്ട് അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് ഇവിടെ 6:25 ട്രിവാൻഡ്രം സെൻട്രലിലെത്തി. മറിച്ച് ഞാനെങ്ങാനും മലബാറിന് അതിന് തൊട്ട് പിന്നാലെ ലേറ്റായിട്ട് വരുന്ന മലബാറിന് കയറിയിരുന്നെങ്കിൽ ഞാൻ 8:30 എത്തുള്ളൂ. മലബാർ പുറപ്പെടേണ്ട സമയം 10:35. അത് ലേറ്റായി. ഇത് 4 മണിക്കൂർ ലേറ്റായി. അതാകെ 10-15 മിനിറ്റ് ലേറ്റായി അത് വന്ന്. അപ്പോൾ ഞാൻ അതിൽ കയറി ഗാന്ധിധാം നാഗർകോവിൽ ജംഗ്ഷൻ. ജംഗ്ഷൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതെന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് റിസർവ് ചെയ്ത് ട്രാവൽ ചെയ്തത് നമ്മളുടെ SMVT ബംഗളൂരിലേക്കാണ്. അത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും കൊച്ചുവേളി, പണ്ടത്തെ കൊച്ചുവേളി, ട്രിവാൻഡ്രം നോർത്ത് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് SMVT വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സിലായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് റിസർവേഷൻ ജേണി ട്രെയിനിൽ. അതായത് ഞാൻ ഒറ്റയ്ക്ക് റിസർവ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന ഫസ്റ്റ് ജേണി അതായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി കാലിക്കറ്റിൽ നിന്ന് ഞാൻ തൃശ്ശൂരിലേക്ക് പോയി. തൃശ്ശൂർ ടു SMVT ബംഗളൂരു ഇനി ഞാനെടുത്ത ടിക്കറ്റ്. അങ്ങനെ കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കയറിയത് ഈ 6:30 വന്ന ഇതേ വണ്ടി തന്നെ. അതായത് ഈ ഗാന്ധിധാം നാഗർകോവിൽ ജംഗ്ഷൻ വീക്ക്ലി എക്സ്പ്രസ്സിലാണ് ഞാൻ തൃശ്ശൂരിലേക്ക് പോയത്. ആ ട്രെയിൻ കിട്ടിയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ ലേറ്റ് ആവാതെ കുറച്ച് നേരത്തെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്താൻ പറ്റി. അങ്ങനെ ഞാനിപ്പോൾ ഗാന്ധിധാമിൽ നിന്നും വരുന്ന ഗാന്ധിധാം നാഗർകോവിൽ വീക്ക്ലി എക്സ്പ്രസ്സിൽ 2ാം തവണയാണ് യാത്ര ചെയ്യുന്നത്. ഇതാണ് സ്ലോത്ത് ബിയർ, പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടി. பார்த்து ரொம்ப டேஞ்சரஸ் தான், ரொம்ப டேஞ்சரஸ் அங்கே எழுதியிருக்கு. പന്നിക്കരടി, സ്ലോത്ത് ബെയർ.
കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഇതിന് മുകളിൽ ഇതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ദീസ് ആനിമൽസ് ആർ ഡേഞ്ചറസ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധിക്കാത്തവർ കാരണം ബാക്കിയുള്ളവർ കൂടി പണി കിട്ടും. ഇതാണ് സിംഗം അല്ലേ, അത് പെൺസിംഗം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന സാധനം ദോണ്ടെ, ഞാൻ ഇത്രയും നേരം കാത്തിരുന്ന സാധനം സിംഗം, സിംഹം. തമിഴിലും തെലുങ്കിലും സിംഹം അല്ല, തമിഴിൽ സിംഗം, മലയാളത്തിലും തെലുങ്കിലും സിംഹം. സൂര്യണ്ണൻ്റെ സിനിമയല്ലാതെ സിംഗം എന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇത് ആൺസിംഗം. അതോ അങ്ങുള്ളത് പെൺസിംഹം. ഇതിലും ദീസ് ആനിമൽസ് ആർ ഡേഞ്ചറസ്. എപ്പോൾ വേണമെങ്കിലും അറ്റാക്കിന് സാധ്യതയുണ്ട്. ദീസ് ആനിമൽസ് ആർ ഡേഞ്ചറസ്. ഇതാണ് EMU, എമു എന്ന ജീവി. എമു. വാവ്, ഹായ്, ഹലോ. എമു മീറ്റ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ എമു ഇറച്ചി എന്ന് പറഞ്ഞ് കേട്ടിട്ടും കണ്ടിട്ടുമുള്ളൂ. എമുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എമു EMU. അങ്ങനെ മക്കളെ, നമ്മൾ മറ്റൊരു ജീവിയുടെ തൊട്ടടുത്തെത്തി നിൽക്കുന്നു. നീർക്കുതിര, ഹിപ്പോപ്പൊട്ടാമസ്. ഞാനിതിനാദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിപ്പോപ്പൊട്ടാമസ് 2 എണ്ണം ഉണ്ടല്ലേ, 2 ഹിപ്പോപ്പൊട്ടാമസസ്. ഞാനിതിനാദ്യമായിട്ട് കണ്ടത് ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമേൻ്റെ ക്ലൈമാക്സ് സീനിലാണ്. അത് VFXും എഡിറ്റഡും ഒക്കെ ആണെങ്കിലും ജീവനുള്ള ഹിപ്പോപ്പൊട്ടാമസിനെ ലൈവായി കാണുന്നത് മുതൽ തടവ, ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട്, മുതൽ സാരി. സോറി ഇട്ടത് 3 എണ്ണം ഉണ്ട്. ഓരോ സൈഡിലേക്ക് നീങ്ങി 3 ഹിപ്പോപ്പൊട്ടാമസുകളുണ്ട്. ഇത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഗ്രേറ്റർ വൺ ഹോൺഡ് റൈനോ. ഇതോണ്ടെ കിടക്കുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നു. കാണ്ടാമൃഗം. ഞാൻ പണ്ട് പുലീനെ കണ്ടിട്ടുണ്ട്, പിന്നെ മാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഗൈസ്, ഞാൻ കാണാത്ത മറ്റൊരു മൃഗം സാമ്പാർ ഡീർ, അതായത് മ്ലാവ് അല്ലെങ്കിൽ കലമാൻ. ഇതോ കിടക്കുന്നു. മ്ലാവ് കലമാൻ്റെ സീൻ തീർന്നിട്ടില്ല കേട്ടോ സഹോ. ഇതൊക്കെ തന്നെയാണ് ഐറ്റം. ഗൈസ്, ഇതിൻ്റെ പേര് ബ്ലാക്ക് ബക്ക്, കൃഷ്ണമൃഗം. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ, സൂപ്പർ. കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക്.
ഗൈസ്, അടുത്തത് ബ്രൗൺ റിയ. നിങ്ങൾക്ക് കാണാവുന്നിടത്തോളം കാണും. എനിക്കങ്ങനെ അധികം അകലേക്ക് അങ്ങോട്ട് കാണുന്നില്ല. കുറച്ച് ചിലതൊക്കെ കാണുന്നുള്ളൂ, അതൊക്കെ കാണുന്നുള്ളൂ. ഇതിൻ്റെ പേര് ഹോഗ് ഡീർ, പന്നിമാൻ. നല്ല പേര്, ഹോഗ് ഡീർ. ആഹാ, ഞാൻ ഇത്രയും നേരം ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആനിമൽ ഉള്ളത് ഇതാന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. ദിസ് ഈസ് ഗൗർ, മലയാളത്തിൽ കാട്ടുപോത്ത്. പോസ് ഗോറസിൻ്റെ ഫാമിലിയാണ്. രണ്ടെണ്ണം കണ്ടു. ഒന്നാം മരത്തിൻ്റെ അപ്പുറത്ത്, ഒന്നിങ്ങോട്ട് ലക്ഷ്യം വെച്ച് നടന്നു വരുന്ന ഗോസ്. ഇതാണ് പുള്ളിമാൻ. പുള്ളിമാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരൊറ്റ സിനിമയാണ്. ഞാൻ പുള്ളിമാൻ എന്ന ടൈറ്റിലിൽ മലയാളത്തിൽ കണ്ടിട്ടുള്ളത് ഒരേ ഒരു സിനിമയാണ്. നമ്മുടെ സ്വന്തം ചാലക്കുടിക്കാരൻ ചങ്ങാതി നായകനായ സിനിമ. അതിൻ്റെ പേര് കേട്ടിട്ടുള്ളൂ, അത് ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ പടം കേട്ടിടത്തോളം കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. ടൈറ്റിൽ അതാണ്. അതിൽ നമ്മുടെ മലയാളിയായ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ശരണ്യ എന്ന ലെജൻഡറി ശരണ്യ മാമിൻ്റെ ഹസ്ബൻഡാണ് വില്ലൻ എന്ന് തോന്നുന്നു. പുള്ളിയുടെ ഫസ്റ്റ് മലയാള സിനിമയാണ് പൊൻവണ്ണൻ. തമിഴ് നടനാണ്. പുള്ളിയുടെ ഫസ്റ്റ് മലയാള സിനിമയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച്. അല്ലെങ്കിൽ എൻ്റെ അറിവ് പ്രകാരം ശരിയാണെങ്കിൽ പൊൻവണ്ണൻ്റെ ഫസ്റ്റ് സിനിമ പുള്ളിയുമായി മലയാളത്തിൽ. ഇത് ബാരസിംഗ, സ്വാം ഡീർ അല്ലെങ്കിൽ ബാരസിംഗ. കൊടുത്ത ചിക്കൻ அங்கே நிறைய இருக்கு. ബാരസിംഗ കൊള്ളല്ലേ. മാംസഭോജികൾ. ഇതിൻ്റെ പേരാണ് പുള്ളിപ്പുലി. തോണ്ട നിൽക്കണം പുള്ളിപ്പുലി. അത്ര ഡിസ്റ്റൻസിലാന്ന് തോന്നുന്നുണ്ട്. അതാണ് ക്യാമറയിൽ കുറച്ച് ക്ലാരിറ്റിയേ ഉള്ളൂ. അല്ല, കുറച്ച് ക്ലിയർ ആവുന്നുള്ളൂ. ഒരെണ്ണം ഇങ്ങ തൂങ്ങുത് ഇന്ന പക്കത്തിൽ. ഒരെണ്ണം അവിടെ കാണാൻ പറ്റുന്നതിൻ്റെ ഇത്ര അടുത്ത്, ഒരെണ്ണം അവിടെ റെസ്റ്റ് എടുക്കുന്നു. ഇത് നമ്മുടെ ബംഗാൾ ടൈഗർ. സൂപ്പർ സീൻ. സൂക്ഷിക്കണേ. ബംഗാൾ ടൈഗർ പേര്. ഡേഞ്ചറസ്
பார்த்து கேர்ஃபுல்லாக. அப்படியே அங்கே எது இருக்கு டேஞ்சரஸ் அனிமல். ரொம்ப பார்த்து கேர்ஃபுல்லாக தான் போகணும். அது இல்லை இங்கே நிற்கணும், போகணும் இல்லை நிற்கணும். அட்டாக் பண்ணுவோம். டேஞ்சரஸ் தான் அங்கே போட்டிருக்கு. தீஸ் அனிமல்ஸ் ஆர் டேஞ்சரஸ் அங்கே போட்டிருக்கு. ரொம்ப ஆபத்தானது. இவ்வளோ பக்கத்தில் அது முதல் தடவை பார்க்குறேன். பெங்கால் டைகர். ബംഗാൾ ടൈഗർ നല്ല സാധനം. ഇത്രയും അടുത്ത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊരു കാര്യം കൂടി ഓർമ്മ. അങ്ങനെ അതായത് സിംഹം പക്കത്തിലേ വന്നിരിക്കേ ഇല്ല. நான் సింగத்தோட పక్కத்தில் தான் வந்திருக்கேன். నేను సింహం దగ్గరికి వచ్చాను. కానీ ఆనా ரொம்ப ஆபத்தானது தான். చాలా డేంజరస్. எப்போ வேணும்னாலும் அட்டாக் பண்ணுறதுக்கு வாய்ப்பு இருக்குது. ఎప్పుడైనా ఒక అటాక్ ఛాన్స్ ఉంది. జాగ్రత్తగా ప్రతి అడుగు పెట్టాలి. ஒவ்வொரு ஸ்டெப்பும் பாதுகாப்பாக தான் முன்னாடி போகணும். ഒരു നായ സെൽഫ് കെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സിംഹം സെൽഫ് കെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും നമ്മൾ തലോടില്ലേ സ്വന്തം దేహం ఇങ്ങനെ తొడుచు అదండి సెల్ఫ్ కేర్. ఒక కుక్క సెల్ఫ్ కేర్ చేస్తున్నది నేను బాగా చూసాను, చాలాసారి చూశాను. కానీ ఒక సింహం సెల్ఫ్ కేర్ చేస్తున్నది నేను మొదటిసారి చూస్తున్నాను. అంటే దాని దేహంలో దానే కేరింగ్ చేస్తుంది. பார்க்குறதுக்கு ரொம்ப நல்லா இருக்குது. చూడడానికి చాలా బాగా మంచిగా ఉంది. കാണാൻ നല്ല ഭംഗിയുണ്ട്. ലയൺ. അടുത്ത സിംഹം. അല്ല ഞാൻ ബ്ലോഗ് എടുക്കുകയാണ്. സിംഹം തൂങ്ങിയിട്ട് ഇരിക്കേ. സിംഹം നിദ്രలో ఉన్నాను. సింహం ఉറങ്ങുന്നു. సింహం తూങ്ങിട്ടിരിക്കെ. సింహం నిద్రలో ఉన్నాను. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഞാൻ എന്താവശ്യത്തിനാണോ ഇവിടെ വന്നത് എന്ന് പറയില്ല, ട്രിവാൻഡ്രം സെൻട്രലിൽ കാറ് കുത്തിയ ശേഷം എന്താണോ ഞാൻ തീരുമാനിച്ചത് അത് ഞാൻ സാധീകരിച്ചിരിക്കുന്നു. ആ ലക്ഷ്യം ട്രിവാൻഡ്രം സെൻട്രലിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീരുമാനിച്ച ലക്ഷ്യം കംപ്ലീറ്റഡ്. ഇതാണ് ഇവിടുത്തെ ടീ സ്റ്റാൾ. ടീ മീൻസ് റെസ്റ്റോറൻറ്റ്. ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. കാനിവോറ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്റർ. അത് ക്ലോസ്ഡ് ആണ് തോന്നുന്നു. ഇതാണ് ടീ സ്റ്റാൾ. ഇതാണ് ഇന്നത്തെ എൻ്റെ സ്നാക്സ്. രണ്ടാമത്തെ സ്നാക്സ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഗൈസ്. രാവിലെ 6:30 വന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും
ഒരു പൊരിച്ചപത്തിരിയാക്കി വെച്ചത്. ഇതിപ്പോൾ 2 ചിക്കൻ കട്ട്ലേറ്റും ഒരു ചായയും 25x2 ചിക്കൻ കട്ട്ലേറ്റിന് 25x2 50 രൂപ, ചായ 15 65 രൂപ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വിവര പട്ടിക കേട്ടോ. പ്രൈസ് ഇൻഡെക്സ്. നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം വിട്ടുപോയി ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ. അതായത് ലാസ്റ്റ് മൃഗത്തിനെ കാണിച്ചില്ല, അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയൊരു മൃഗം കൂടി ഉണ്ടായിരുന്നു. ബംഗാൾ ടൈഗർ വൈറ്റ്. ആ ബംഗാൾ ടൈഗർ വൈറ്റ് ദോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇപ്പോൾ ക്ലിയറായി. ഈ ക്യാമറ നല്ല ലെൻസാണെങ്കിലും സൂമിൻ ചെയ്യുമ്പോൾ അത്ര ഒരു ഇതില്ല, മിസ്സിങ് ആവുന്നുണ്ട്. പിന്നെ എൻ്റെ കൈയും ചെറുതായിട്ട് വിറയ്ക്കുന്നുമുണ്ട്. കൈ വിറയ്ക്കുന്ന വെച്ചാൽ കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ. മക്കാവു തത്ത, ബ്ലൂ ആൻഡ് യെല്ലോ മാക്കോ. അതാണ് ഈ മുകളിൽ കിടക്കുന്ന സാധനം. ബ്ലൂ ആൻഡ് യെല്ലോ മാക്കോ, മക്കാവു തത്ത. ആഹാ, ചിറകടിച്ച് പറക്കുന്നു. ഇത് സൺ കൊണൂർ. ഇത് ആഫ്രിക്കൻ തത്ത, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇവ മറ്റൊരു പ്രധാനി, മുള്ളൻ പന്നി. മുള്ളൻപന്നിയെ പോലെ എന്ന് കേട്ടിട്ടില്ലേ? ആ മുള്ളൻപന്നി ആണിത്. മുള്ളൻപന്നി. കണ്ണാടി മുതല, സ്പെക്ടാക്കിൾ കൈമാൻ. കാണുന്നില്ലല്ലോ അല്ലേ? കാണുന്നില്ലല്ലോ. തമിഴാ? ഓ, ക്രൊക്കോഡൈൽ. കണ്ണാടി മുതലായി. മിറർ ക്രൊക്കോഡൈൽ. கண்ணாடி முதலே அங்கே போட்டிருக்கு மலையாளத்தில். அதுக்கு ரொம்ப நல்லா இருக்கு. കണ്ണാടി മുതല. ഇതാണ് ഗൈസ് ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷി. ദൂരത്തിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഒട്ടക പക്ഷി, ഓസ്ട്രിച്ച്. മയിലാണല്ലോ. ഓ അതാ അതാ ഒട്ടകപ്പക്ഷി. ജനസമുദ്രം. സമയം ഏതാണ്ട് 11:03 ഇപ്പോൾ സമയം. അപ്പോഴത്തേക്ക് ഇതാ
ടിക്കറ്റ് കൗണ്ടറിലേക്ക് നിറയുന്ന ജനങ്ങളുടെ തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രാവിലെ 11 பகல் நேரம் 11 மணிக்கு நீங்கள் இந்த இடத்துல ஞாயிற்றுக்கிழமை பார்க்குற ரஷ் தான் பார்த்துக்கிட்டே இருக்கிறேன். ఉదయం 11 గంటలకు మీరు చూస్తున్నది ట్రివాండ్రం జూ టికెట్ దొరకడానికి వెయిట్ చేస్తున్న జనాల్ని. ఎంతో మంది జనాలు ఉన్నారు. అక్కడ ఉన్నది അവിടെ ഉള്ളത് அங்கே இருக்கிறது టికెట్ கிடைக்கிறது. టికెట్ കിട്ടാൻ വേണ്ടി టికెట్ దొరకడానికి இருக்கிறவங்க ఉన్నవారు టికెట్ దొరకడానికి ఉన్నవారు ఈ లైన్లో ఉన్నది టికెట్ దొరికినవాడు. నేను వచ్చినప్పుడు ఇంతమంది లేదు. ఇందుకు హాఫ్ కూడా లేదు. ഞാൻ വന്നപ്പോൾ ഇതൊക്കെ പകുതി കൂടെ ആൾക്കാർ എനിക്ക് ഇല്ല. ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പകുതി പോലും ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നു. മിൽമ പ്രൈസ് ഇൻഡെക്സ്. മിൽമ വില വിവര പട്ടിക. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചോക്കോബാർ సప్లపురే കഴിക്കാൻ പോകുന്നു. చేయకపోతున్నారు. నేను